മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളോട് എന്ത് പറയുന്നു അതാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. ആ സെൽഫ് ടോക്ക്, നമ്മളോട് നമ്മൾ നിരന്തരം നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരാജയമാണ്, തോൽവിയാണ്, എനിക്കിതിന് സാധിക്കുന്നില്ല എന്ന് നമ്മളോട് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വൻ പരാജയമായിരിക്കും. അതിന് പകരം നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എനിക്ക് ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല, അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് തന്നെ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എതിരെ വരുന്ന എല്ലാ ശക്തികളും ഛിന്നഭിന്നമാകും. എന്ന് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനൊക്കെ ആ ഒരു നന്മയും സന്തോഷവും ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അല്പകാലം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ നടത്തം. അതൊരിക്കലും നമുക്ക് റിവൈൻഡോ ഫാസ്റ്റ് ഫോർഡോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ലോകത്ത് 3 സത്യങ്ങളേ ഉള്ളൂ. 1 ജനനം, 2 മരണം, 3 അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ജീവിതം. ഈ ജനനവും മരണവും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനത്തെയൊക്കെ ചിന്തകൾ വേണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം, ക്രൗൺ ഓഫ് ദ ക്രിയേഷൻ. അപ്പൊ ദൈവം തന്നിരിക്കുന്ന ടാലന്റ് നമ്മൾ ഉപയോഗിച്ച്, വിവേകം ഉപയോഗിച്ച് നമ്മൾ പെരുമാറുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ആഘോഷമാക്കാം എന്നതിലും ഉപരിയായിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കും ആ ഒരു സന്തോഷവും ഊർജവും നന്മയും വെളിച്ചവും ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലെറ്റ് us സെലിബ്രേറ്റ് ലൈഫ് ടുഗദർ. ഒറ്റയ്ക്ക് നമ്മൾ സ്വപ്നങ്ങൾ കണ്ടിരിക്കാം, പക്ഷെ ഒരുമിച്ചിരുന്ന് സ്വപ്നങ്ങൾ കാണുന്നതാണ് യാഥാർത്ഥ്യമാകുന്നത്. A dream you dream alone is only a dream, but a dream you dream together becomes a reality. അപ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ സാധിക്കും. ഈ ഒരു വർഷം, ഈ ജനുവരി മാസം നമുക്കറിയാം, നമ്മൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഈ ഒരു വർഷം നമുക്ക് നേരിടാം. പക്ഷെ അതൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ജന്മദിനങ്ങളും, പ്രത്യേകിച്ച് പെരുന്നാളാണ്. അപ്പോൾ എനിക്കതിൽ വളരെയധികം എന്നെ ഇത്രത്തോളം ദൈവം വഴി നടത്തിയതിലും ഒക്കെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞാൻ ഇരിക്കുന്നു. തുടർന്നും എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് നന്മയും വെളിച്ചവും പ്രകാശവുമായി ജീവിക്കാനായിട്ട് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.